ഹലോ ഗൈസ്, നിങ്ങൾ പോർട്ട്ഫോളിയോ എന്നുള്ള കേട്ടിട്ടുണ്ടോ? ഞാനിത് കേട്ടിട്ടില്ല. എന്റെ 4ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കേട്ടത്. 4ാം ക്ലാസ്സിലെ പോർട്ട്ഫോളിയോ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഒരു വിഷയമില്ല. അസതിനെ കുറിപ്പ് അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ മതി. അങ്ങനെ ബിഎഡിൽ വന്നതിന് ശേഷം പോർട്ട്ഫോളിയോ അറിഞ്ചും കുറഞ്ചും പോർട്ട്ഫോളിയോസ്. അതിൽ ഈ പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ എന്താ, നമ്മളെ ബി എഡ് കരിക്കുലത്തിൽ അല്ലെങ്കിൽ ബി എഡിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും എവിഡൻസ്, സ്ക്രിപ്ഷൻ, റിഫ്ലക്ഷൻ, എവിഡൻസ്, ഈ 3 കാര്യങ്ങളായിട്ട് കുറെ നമ്മൾ അതും വർണ്ണാഭമായിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ ഗൈസ്. അങ്ങനത്തെ സംഭവമാണ് നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ ഞാനിന്ന് എന്റെ ക്രിയേറ്റിവിറ്റി ഉണരുന്ന ടൈമാണ് കാണിക്കാൻ പോകുന്നത്. എക്സ്ട്രീം ക്രിയേറ്റിവിറ്റി ആയിരിക്കും എന്റെ പോർട്ട്ഫോളിയോക്ക് ഉണ്ടായിരിക്കാം. ഞാൻ പോലും അറിയാത്ത എന്റെ കഴിവുകൾ ഉണരുന്ന സമയമാണ് അത് പോർട്ട്ഫോളിയോ ചെയ്യുന്നത്. ഞാനപ്പം എന്ന് വിചാരിച്ചു എന്റെ കഴിവുകൾ നിങ്ങൾ കാണിച്ചു തരാം. ഏകദേശം ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും ആയിട്ട് ഇത്രത്തോളം പോർട്ട്ഫോളിയോസ് ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതിൽ ഇനിയും ഉണ്ടാക്കാൻ കിടക്കുന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ് കേസ്. ഓരോരോ കാര്യങ്ങൾ കണ്ടില്ലേ, ഇത്രയേറെ കഴിവുകളുണ്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന വേറെ നിമിഷം വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിക്കൊന്നേ പറയാനുള്ള കൂട്ടുകാരെ, ആർക്കെങ്കിലും ബിഎഡിന് ചേരണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് മാത്രം പോയാൽ മതി. നമുക്കിത് ഉണ്ടാക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. ഞാൻ പിന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ കുറേ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും പറ്റാത്ത ആളുകൾ സിലബസ് മാറിയാൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ ഒരു രക്ഷയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. എല്ലാറ്റിനും എവിഡൻസ് ഒട്ടിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എവിഡൻസുകൾ പലതും നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ ഓരോരോ പരിപാടികൾ. വാട്ട് എ ഡൈനാമിക് ആൻഡ് എക്സ്ട്രാറ്റിക് മൊമെന്റ്. ഇതിൽ പലതും ഇനിയും കംപ്ലീറ്റ് ആകാനുണ്ട്. ഏകദേശം ഇത്രത്തോളം പോർട്ട്ഫോളിയോസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ 2 സെമ്മും ആയിട്ട്.